അപ്പോൾ വിയറ്റ്നാമിലെ ബാണ ഹിൽസിലെ ഫ്രഞ്ച് വില്ലേജിലെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ചാനലിലെ 2-3 വീഡിയോസായിട്ട് നമ്മൾ ബാണ ഹിൽസിലെ വീഡിയോസ് തന്നെയാണ്. കാരണം ഒരുപാട് കാഴ്ചകളുണ്ട് ബാണ ഹിൽസിൽ. അതിമനോഹരമാണ്. കാരണം ഫ്രഞ്ച് വില്ലേജ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഒരു കോളനി, ആ ഒരു സെറ്റപ്പ്, ഒരു കാഴ്ചകൾ, അങ്ങനത്തെ ഒരു കാഴ്ചകൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതും. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും കണ്ടു തീർക്കാൻ പറ്റില്ല. ശരിക്കും ബാണ ഹിൽസിൽ നമ്മൾ രാവിലെ ഒരു 7-8 മണിക്ക് എത്തിക്കഴിഞ്ഞാലും വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ നമ്മൾ റിട്ടേൺ പോകണം. ആ സമയം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ കാഴ്ചകൾ കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. അത് ഒരു 200% ഞാൻ ഷുവർട്ടോട് പറയാം. പിന്നെ ബാണ ഹിൽസിൽ തന്നെ ഈ ഫ്രഞ്ച് വില്ലേജിന് സ്റ്റേസ് ഉണ്ട്. അതെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിലും കൂടുതൽ ഫോറിനേഴ്സ്, ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഫോറിനേഴ്സും ഇഷ്ടംമാതിരി വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഭയങ്കര മനോഹരമാണ് സത്യമായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ വീട്ടിൽ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് അറിയാൻ പാടില്ല, എങ്കിലും ഭയങ്കര മനോഹരമാണ് ഫ്രഞ്ച് വില്ലേജിലെ കാഴ്ചകൾ സത്യമായിട്ടും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ പഴയ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊതുവേ എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ ഒരു വോയിസ് ഓവർ കുറച്ച് സമയത്തേക്ക് മാത്രം കൊടുക്കാറുള്ളൂ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നിങ്ങൾ പ്രേക്ഷകർ കാണുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ മോട്ടീവ് കൂടുതലായിട്ട്. അപ്പോൾ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു kỹ soạn từ giờ chắc đi അവിടെ എന്തോ നടക്കാൻ പോയി അതിന് പോയി മോള്. ആ പോണില്ല. ഇതാണ് മോളെ, അവിടെയാണ്.